ദിലീപ് വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട്. റോപ്പ് വേ നിലവിൽ വന്നാൽ ഡോളി അവസാനിപ്പിക്കും. ഡോളി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അടുത്ത തീർത്ഥാടന കാലം മുതൽ ദർശന രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമം നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. കൊടിമരം കഴിഞ്ഞാൽ നേരിട്ട് അയ്യപ്പനെ കാണുന്ന രീതിയിൽ ദർശനം ക്രമീകരിക്കാനാണ് ശ്രമം. ശബരിമലയിൽ മറ്റൊരു തീർത്ഥാടന കാലം മുന്നോട്ട് പോവുകയാണ്. ഒരു പരിധിവരെ സുഗമമായ ഒരു തീർത്ഥാടന കാലം എന്നാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലം ആകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണ ഒരുപാട് വിവാദങ്ങളായിരുന്നു. എങ്ങനെയാണ്, എന്ത് തീരുമാനങ്ങളാണ് ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സ്മൂത്ത് ആക്കിയത്? ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം കിട്ടണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സർക്കാരായാലും ദേവസ്വം ബോർഡായാലും ഭക്തരായാലും ആഗ്രഹിക്കുന്നതാണ്. അതിനുള്ളൊരു ഹോംവർക്ക് മുൻകൂട്ടി തന്നെ ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങൾ ദേവസ്വം ബോർഡ് തന്നെയായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഒരു മുന്നൊരുക്കമുണ്ടായി. അതിന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഒന്ന്, ദർശന സമയം കൂട്ടിയത് 16 മണിക്കൂർ എന്നുള്ളത് 18 മണിക്കൂറായി കൂട്ടി. പിന്നെ സോപാനത്തുൾപ്പെടെ നമ്മൾ വരുത്തിയ പുതിയ ക്രമീകരണങ്ങൾ. 18ാം പിടിയിൽ പോലീസുകാർക്ക് ഡ്യൂട്ടി സമയം ക്രമീകരിച്ചത് 20 മിനിറ്റിൽ നിന്നും 15 മണിക്കൂറാക്കി മാറ്റി. പിന്നെ പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ, നമ്മുടെ ഈ വഴിനീളം ഒരുക്കിയിരിക്കുന്ന ലഘുഭക്ഷണവും ചൂടുവെള്ളം, അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും സമന്വയിച്ച് വന്നപ്പോൾ ഭക്തർക്ക് നല്ല ദർശനം കിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ തൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോൾ കാണുന്നത്, ഇവിടെ എത്തുന്ന ഭക്തർക്ക് തൃപ്തിയോടുകൂടി മലയിറങ്ങി പോകാൻ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ചെറിയ സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് നേരിട്ട് തൊഴിൽപ്പിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ആലോചിക്കുകയാണ്. അത് സർക്കാരുമായിട്ടും കോടതിയുമായിട്ടും പോലീസുമായിട്ടും തന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ച് ഈ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ അത് നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നു. നേരിട്ടുള്ള ദർശനം ഒരുക്കണമെങ്കിൽ അതിന് അങ്ങനെയുള്ള കടമ്പകളുണ്ടോ? നേരിട്ടുള്ള ദർശനം ഒരുക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശം വേണം, പെർമിഷൻ വേണം. അത് ഞങ്ങൾ തന്ത്രിയുമായി ആലോചിച്ചു കഴിഞ്ഞു. തന്ത്രിക്കൊന്നും അതിനൊന്നുമില്ല. കാരണം ഇവിടെ എത്തുന്ന ഭക്തർക്ക് എന്താ പ്രധാനം? ഇവിടെ എത്തുന്ന ഭക്തർക്ക് തൃപ്തിയോടുകൂടി ഭഗവാനെ കണ്ടുപോകണം. അതാണല്ലോ തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ആഗ്രഹം. അതിനൊന്നും തടസ്സം നിൽക്കുന്നൊരു തന്ത്രിയല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ ദർശന സമയം അദ്ദേഹം വളരെ, കാരണം ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഗവൺമെന്റ് കണ്ട രാജീവർക്കും നിർബന്ധമാണ്. അവരെല്ലാം പൂർണ്ണ സഹകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ റോപ്പ് വേ എന്നത്തേക്ക് സാധ്യമാകും? എന്താണ് അതിന്റെ ഒരു കണക്ക്? റോപ്പ് വേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു വനപരിഹാര ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. 8 വർഷമാണ് കുരുങ്ങി കിടന്നത്. പക്ഷെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ UN വാസവൻ വന്നതിന് ശേഷം അതിനൊക്കെ ആ കെട്ടൊക്കെ അഴിച്ച് 4 മാസം കൊണ്ട് വനപരിഹാര ഭൂമി കൈമാറി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ആ പരിഹാര ഭൂമി കൈമാറിക്കഴിഞ്ഞു. ഇനി അത് പരിവേഷ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാസപൂജ ഈ സീസൺ കഴിഞ്ഞ ഉടൻ തന്നെ അതിന്റെ ശിലാസ്ഥാപനം നടത്തണമെന്നാണ് സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത്. എത്ര വർഷം എടുക്കും അതിന്റെ ഒരു നിർമ്മാണം? അത്തരം പ്ലാനുകൾ 18 മാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പറയുന്നത്. 18 മാസം കൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗുഡ്സ്. 2, ഈ കാർ ആംബുലൻസ്. ഇതിന്റെ ആദ്യഘട്ടമെങ്കിലും അടുത്ത സീസണിന് മുമ്പ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ സാധാരണ തീർത്ഥാടകർക്ക് ആ റോപ്പ് വഴി കയറി വരാനുള്ള സൗകര്യം ഇപ്പോൾ ആദ്യഘട്ടത്തിലില്ല. ആദ്യഘട്ടത്തിൽ കാർ ആംബുലൻസ് ആണ്. കാർ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു ആംബുലൻസ് എന്നുള്ള മട്ടിലാണ്. പ്രായമായവർക്കും മറ്റ് അസുഖമുള്ളവർക്കും ഒക്കെ അതിനെ ആശ്രയിക്കാൻ സാധിക്കും. പക്ഷേ ആചാരപരമായ കാര്യം എന്ന് പറയുന്നത് മല കയറി നടന്നു വരിക എന്നുള്ളതാണല്ലോ. അതല്ലാത്ത ആളുകളും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡോളി, ഈ ട്രാക്ടർ, ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതൊരു മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ റോപ്പ് വേയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ശബരിമല റോപ്പ് വേ വന്നു കഴിഞ്ഞാൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു പുതിയ വികസന കുതിപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഈ സാധാരണ മുഴുവൻ ഭക്തരെയും റോപ്പ് വേ വഴി, അതായത് പണമുള്ളവർക്കോ അല്ലെങ്കിൽ പണം അടച്ചിട്ട് കയറാമെന്നൊരു സിസ്റ്റത്തിലേക്കല്ല ആലോചിക്കുന്നത്. സൗകര്യങ്ങൾ ഈ പ്രായമായവരുടെ ആ നിലയിലാണോ? നമുക്കിപ്പോ ഈ ആചാരപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ. മല കയറി വരിക എന്നുള്ളതാണ്. മാലയിട്ട് പുതം പിടിച്ച് മല കയറി വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരം. പക്ഷെ അത് നമുക്ക് അതിനെ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ പ്രായമായവരുണ്ട്, അസുഖമുള്ളവരുണ്ട്, വികലാംഗരുണ്ട്. അവർക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഡോളി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അതൊരു പ്രാകൃതമായ രീതിയാണ്. മനുഷ്യനെ ചുമക്കുക എന്ന് പറയുന്നത്. അതിന് മാറ്റം വരുത്തണം. പക്ഷെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം നടപ്പിലാക്കി മാത്രമേ മാറ്റം കാര്യമാണ്. ആ കാര്യത്തിൽ റോപ്പ് വേ വലിയ സഹായമാകും. VIP ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ? അതൊരു VIP ദർശനം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, ഇവിടെ VIP സാധാരണ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ദർശനമുണ്ട്. എല്ലാവർക്കും ഒരേ പോലെ തന്നെയാണ് പരിഗണന പോകുന്നത്. ഒരുപാട് സെലിബ്രിറ്റികൾ വരാറുണ്ട്.
ഹൈക്കോടതിയുടെ ജഡ്ജിമാർ വരാറുണ്ട്, സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം വരാറുണ്ട്, ഭഗവാനെ കാണാൻ എല്ലാവരും വരാറുണ്ട്, ഭഗവാനെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. പക്ഷെ അന്ന് സംഭവിച്ചത് ആ ഒരു ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സമയത്തേക്കെങ്കിലും സാധാരണ ഭക്തജനങ്ങളുടെ ദർശനമൊന്ന് തടസ്സപ്പെട്ടു. അത് ഗൗരവമായി കോടതിയും കണ്ടു, ബോർഡ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് PS പ്രശാന്ത് വളരെ വിശദമായാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ശബരിമലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചടക്കം അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. ബിപിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം.